കൊല്ലം ജില്ലാ കലോത്സവം നമ്മുടെ 5-ൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷവും ജില്ലാ കലോത്സവവും സബ് ജില്ലാ കലോത്സവവും ഒന്നും കാണാൻ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. ഇതൊക്കെ അവിടുത്തെ കമ്മിറ്റിക്കാരാണ് കേട്ടോ. ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം എൻ്റെ സ്കൂൾ ലൈഫിൽ ഏറ്റവും നല്ലൊരു എപ്പിസോഡായിരുന്നു ഈ കലോത്സവത്തിൻ്റെ ടൈം. കലോത്സവത്തിൻ്റെ വൈബ് അത് പ്രത്യേകതരം വൈബാണ്. NSSൻ്റെ വക ഓപ്പണായേക്കുന്ന ചെറിയ ചെറിയ ഷോപ്സ്, കമ്മിറ്റിക്കാർ, പിന്നെന്താ മേക്കപ്പ് ഇട്ട് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന പിള്ളേർ, തിരുവാതിര, ഒപ്പന, മാർഗ്ഗംകളി, കോൽക്കളി, അങ്ങനെ പല കോസ്റ്റ്യൂമിൽ നമുക്ക് പിള്ളേരെ കാണാം. സംഘനൃത്തത്തിനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന പിള്ളേരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു കലോത്സവം മാത്രമായിരുന്നില്ല, ഞങ്ങൾക്കൊരു റീയൂണിയൻ കൂടിയായിരുന്നു. കാരണം പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി, വൈബടിക്കാൻ പറ്റി, ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റി. അങ്ങനെ എന്തായാലും മനസ്സെന്തോ ഒരു സന്തോഷം കൊണ്ട് നിറഞ്ഞൊരവസ്ഥയായിരുന്നു അത്. ഞാൻ മെയിനായിട്ട് പോയത് ഒപ്പന കാണാനാണ്. കാരണം ഞങ്ങൾ എല്ലാ കലോത്സവത്തിനും പങ്കെടുത്തിരുന്ന ഒരു മെയിൻ ഐറ്റമായിരുന്നു ഒപ്പന. 5ാം ക്ലാസ്സിൽ തൊട്ട് കളിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ +2 വരെയും ഞങ്ങൾ പോയിട്ടുണ്ട്. സബ് ജില്ലാ തലത്തിലൊക്കെ പോയി ഒരുപാട് വേദികളിൽ ഫസ്റ്റും മേടിച്ച് ഇറങ്ങി ജില്ലയിൽ വരും. ഒന്നിൽ പാട്ട് പാടുന്ന ആൾക്ക് വയ്യാണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മലോ മാലയോ ഒക്കെ തറയിൽ വീണ് മൈനസ് പോയിൻ്റ് വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ഞങ്ങൾക്ക് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ഗായ്സ് കയറി അങ്ങ് കളിച്ചാലോ എന്ന് തോന്നിപ്പോയി. ഞങ്ങളതിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് കാണുമായിരുന്നു. ഇനി ഒപ്പനയ്ക്ക് മാത്രമാണോ പോയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അല്ല. ഉറുദു ക്വിസ്, ഉറുദു കവിതാരചന, തമിഴ് കവിതാരചന, മലയാളം കവിതാരചന, അങ്ങനെ എല്ലാത്തിനും പോയി പേര് കൊടുത്ത് പങ്കെടുക്കുമായിരുന്നു. മറ്റേ പൊട്ടൻ മാവിലറിഞ്ഞതുപോലെ ചിലതിനൊക്കെ ഫസ്റ്റ് കിട്ടും, ചിലതിനൊക്കെ സെക്കൻഡ് കിട്ടും, അങ്ങനെ. പിന്നെ കലോത്സവങ്ങളിലുള്ള തട്ടിപ്പ് അതിപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നതും കാണുന്നതാണല്ലോ. അപ്പോൾ പിള്ളേർ കഷ്ടപ്പെട്ടാണ് അത്രയും നാളും പ്രാക്ടീസൊക്കെ ചെയ്ത് സ്റ്റേജിൽ കയറുന്നത്. എല്ലാവർക്കും ഡിസേർവിങ് ആയിട്ടുള്ള പ്രൈസാണ് എല്ലാവരും കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കലോത്സവം നിങ്ങൾക്ക് കലോത്സവത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഓക്കേടാ, ബൈ.